റമദാൻ പുണ്യത്തിലേക്ക്. റമദാൻ കരുണയുടെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ ചേർത്ത് പിടിക്കലിൻ്റെ നാളുകളാണ്. കഴിഞ്ഞ ദിനങ്ങൾ നമുക്ക് എങ്ങനെയുള്ളതായിരുന്നു? വരുന്ന ദിനങ്ങൾ നമുക്ക് എങ്ങനെയുള്ളതായിരിക്കും? നിസ്വാർത്ഥ സേവനം, അനുകമ്പ, സഹാനുഭൂതി, സഹിഷ്ണുത, സത്യസന്ധത റമദാൻ നാളുകൾ നമുക്കുണ്ടാവേണ്ടത് ഓർമ്മപ്പെടുത്തുന്നു. ഇത് വിശുദ്ധിയുടെ ലോകത്തിനായുള്ള സാർവത്രിക അഭിലാഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ പവിത്രമായ പ്രതിഫലന വേളയിൽ ആളുകൾ ലാളിത്യം, വിനയം, അനുകമ്പ എന്നിവയുടെ തത്വങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. സ്വയം പരിശോധനയും തിരുത്തലുകളുമാകട്ടെ നമ്മുടെ റമദാൻ ദിനങ്ങൾ. റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാന 10 നാം പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെ നാം എത്രമാത്രം ഉപയോഗപ്പെടുത്തിയെന്നും വരും ദിവസങ്ങളിൽ എന്തെല്ലാം പ്രവർത്തിക്കണമെന്നുമെല്ലാം നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നാം ഒരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ഈ റമദാനും കടന്നു പോകും. പക്ഷേ നമ്മളെന്ത് പ്രവർത്തിച്ചു എന്നതിലാണ് കാര്യം. ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ, നാം ധാരാളമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും പാപമോചനം തേടുകയും മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിക്കപ്പെടുകയും ചെയ്യണം. അതുപോലെ തന്നെ ഒറ്റയായ രാത്രികളിൽ നാം അനുഗ്രഹീത രാത്രിയായ 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ വല്ല നന്മയും പ്രവർത്തിച്ചാൽ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രിയെ പ്രതീക്ഷിക്കുകയും സത്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുക.